നമസ്കാരം. യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രൂപീകരിക്കുന്ന ഗാസ സമാധാന സമിതിയിൽ ബോർഡ് ഓഫ് പീസിൽ അംഗമാകാനുള്ള ക്ഷണം ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലും രാജ്യം ഇപ്പോൾ ആശയക്കുഴപ്പത്തിലാണ്. ക്ഷണം ഇന്ത്യ സ്വീകരിക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. എന്നാൽ തള്ളാനും വയ്യ കൊള്ളാനും വയ്യ എന്ന നിലയിലാണ് ഇപ്പോൾ ഇന്ത്യ. എന്തു വേണമെങ്കിലും രാജ്യത്തിന് തീരുമാനിക്കാമെങ്കിലും ആശയക്കുഴപ്പത്തിലാണ്. കാരണം ഐക്യരാഷ്ട്രസഭയ്ക്ക് സമാന്തരമായൊരു സംവിധാനമാണ് ട്രംപിന്റെ ഈ ഗാസ ക്ലബ്ബ്. ഐക്യരാഷ്ട്ര സംഘടനയെ യുഎന്നിനെ മൂലക്കിരുത്തി സ്വന്തം താൽപര്യമനുസരിച്ച് ട്രംപ് രൂപീകരിക്കുന്നതാണ് ബോർഡ് ഓഫ് പീസ്. അതുകൊണ്ട് മറ്റു രാജ്യങ്ങളുടെ അതൃപ്തിക്ക് പാത്രമാകുമോ എന്ന ആശങ്കയും ഇന്ത്യക്കുണ്ട്. ഇസ്രയേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള സമാധാന പദ്ധതിയുടെ രണ്ടാം ഘട്ടമെന്ന നിലയിലാണ് ഡൊണാൾഡ് ട്രംപ് ഗാസ ബോർഡ് ഓഫ് പീസ് പ്രഖ്യാപിച്ചത്. നിലവിലെ ആഗോള ഭൗമ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യയുടെ നിർണായക പങ്കും പ്രാധാന്യവും വ്യക്തമാക്കുന്നതാണ് ഇന്ത്യയെ ക്ഷണിച്ച നീക്കം. ഒക്ടോബർ 10 നിലവിൽ വന്ന വെടിനിർത്തൽ കരാറിനു പിന്നാലെ ഗാസയിലെ സമാധാന പ്രവർത്തനങ്ങൾ മേൽനോട്ടം വഹിക്കുന്നതിനാണ് ഈ ബോർഡ് രൂപീകരിച്ചിരിക്കുന്നത്. യു.എസ്. പിന്തുണയുള്ള 20-ദിന സമാധാന പദ്ധതിയുടെ ഭാഗമാണിത്. ഗാസയിൽ പുതിയ പലസ്തീൻ കമ്മിറ്റി സ്ഥാപിക്കുന്നതിന് മേൽനോട്ടം വഹിക്കുക, മേഖലയിൽ അന്താരാഷ്ട്ര സുരക്ഷാ സേനയെ വിന്യസിക്കുക, ഹമാസിനെ നിരായുധീകരിക്കുക, യുദ്ധത്തിൽ തകർന്നടിഞ്ഞ ഗാസയുടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക മുതലായവയുടെ മേൽനോട്ടമാണ് ബോർഡ് ലക്ഷ്യമിടുന്നതെന്ന് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ സൂചന നൽകുന്നു. ട്രംപിന്റെ ബോർഡ് ഓഫ് പീസിൽ അംഗങ്ങളായി 60ഓളം രാജ്യങ്ങളെ കൂടാതെ ഭരണസമിതിയിലേക്ക് മരുമകൻ ജെറീദ് കഷ്ണർ, യു.എസ്. സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്, ബ്രിട്ടീഷ് മുൻ പ്രധാനമന്ത്രി ടോണി ബ്ലെയർ ഉൾപ്പെടെ 7 പേരെയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇന്ത്യൻ വംശജനും ലോകബാങ്ക് ചെയർമാനുമായ അജയ് ബാങ്കയുമുണ്ട് സമിതിയിൽ. ചുരുക്കത്തിൽ ബോർഡ് യുഎന്നിന്റെ പൊതുസഭ പോലെയും ഭരണസമിതി യുഎൻ രക്ഷാസമിതി പോലെയും പ്രവർത്തിക്കും. ഇന്ത്യ ക്ഷണം സ്വീകരിക്കരുതെന്ന് വാദിക്കുന്നവർ ഉയർത്തിക്കാട്ടുന്ന പ്രധാന പോയിന്റും ഇതുതന്നെയാണ്. യുഎൻ ഘടനയിൽ മാറ്റം വരണമെന്ന് വാദിക്കുന്ന രാജ്യമാണ് ഇന്ത്യയെങ്കിലും സംഘടനയെ ബലഹീനമാക്കരുതെന്നാണ് ഇന്ത്യയുടെ സമീപനം. ലോകരാജ്യങ്ങളുടെ താൽപര്യമനുസരിച്ചും ഏറെക്കുറെ ജനാധിപത്യപരമായും പ്രവർത്തിക്കുന്ന സംഘടനയാണ് യുഎൻ. ട്രംപിന്റെ ബോർഡാവട്ടെ അമേരിക്ക എന്ന വൻ ശക്തിയുടെ ശാക്തിക വാണിജ്യ താൽപര്യമനുസരിച്ച് ആ രാജ്യത്തിന്റെ അടുത്ത കൂട്ടാളികളുടെ കൂട്ടുകെട്ടാണ്. മാത്രവുമല്ല, പലസ്തീനെ സ്വതന്ത്ര രാജ്യമാക്കണമെന്ന ഇന്ത്യയുടെ പരമ്പരാഗത നയത്തിനും ഇത് എതിരാണ്. ബോർഡിന് കീഴിൽ പലസ്തീൻ വെറുമൊരു കോളനി മാത്രമാണ്. ഗാസയിലെ ജനങ്ങളുടെ താൽപര്യങ്ങൾ അവഗണിച്ചുള്ള ഭരണമാവും നടക്കുക. അംഗമാകാൻ ട്രംപ് പാകിസ്ഥാനെയും ക്ഷണിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ ക്ഷണം സ്വീകരിക്കാൻ തന്നെയാണ് സാധ്യത. ഇരുവരും അംഗങ്ങളായാൽ ബോർഡിലെ മത്സരം പ്രാദേശിക ശാക്തിക രാഷ്ട്രീയത്തിൽ ഉരസലുകളായി മാറിയേക്കും എന്നും സൂചനയുണ്ട്. അതേസമയം ബോർഡ് ഓഫ് പീസിൽ ക്ഷണം സ്വീകരിക്കുന്നതാണ് നല്ലതെന്ന് വാദിക്കുന്നവരുമുണ്ട്. അവർക്കും ചില കാരണങ്ങളുണ്ട്. ട്രംപിനെ സന്തോഷിപ്പിച്ചാൽ അധിക തീരുവ പ്രശ്നങ്ങളിൽ ഇളവ് ലഭിച്ചേക്കും. ട്രംപിന്റെ പാക് ചായ്വ് ഒന്ന് മയപ്പെട്ടേക്കാം. പലസ്തീൻ പ്രശ്നത്തിൽ പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പ് നയം പുറത്തുകൊണ്ടുവരാൻ ഇന്ത്യക്ക് കഴിയും. ആഗോള കാര്യങ്ങളിൽ ഇടപെടാൻ ഇന്ത്യക്ക് അവസരം വേണമെന്ന വാദത്തിന് അംഗീകാരം ലഭിക്കും എന്നൊക്കെയുള്ള കാരണങ്ങളാണ് ക്ഷണം സ്വീകരിക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നവർ വാദിക്കുന്നത്. ബോർഡ് ഓഫ് പീസിൽ ചേരാൻ ഇസ്രയേലിനും ക്ഷണമുണ്ട്. ഇസ്രയേൽ ക്ഷണം സ്വീകരിക്കുമോ എന്ന് വ്യക്തമല്ല. അമേരിക്കയുടെ ഈ നീക്കത്തെ ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിൽ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും ഇസ്രയേൽ പരസ്യമായി എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ബോർഡ് രൂപീകരണം ഇസ്രയേലുമായി കൂടിയാലോചിച്ചിട്ടില്ലെന്നും ഇത് രാജ്യത്തിന്റെ നയങ്ങൾക്ക് വിരുദ്ധമാണെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞയാഴ്ച പ്രഖ്യാപിച്ച ഗാസ എക്സിക്യൂട്ടീവ് ബോർഡ് അംഗങ്ങളുടെ പട്ടികയിലും ഇസ്രയേൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ബോർഡ് അംഗങ്ങളിൽ തുർക്കി, ഖത്തർ എന്നീ രാജ്യങ്ങളുടെ സാന്നിധ്യമാണ് ഇസ്രയേലിന് പ്രശ്നമായത്. അതേസമയം ബോർഡ് വിട്ടു പോരാൻ ട്രംപ് അവസരം നൽകുന്നുണ്ട് എന്നതാണ് ചെറിയൊരാശ്വാസം. സമിതിയിൽ 3 വർഷമാണ് അംഗങ്ങളുടെ കാലാവധി. അത് കഴിഞ്ഞാൽ ഈ ബോർഡിൽ സ്ഥിരം അംഗത്വം നേടുന്നതിന് $100 കോടി ഫീസ്. ഇത് ആദ്യ വർഷം തന്നെ നൽകണം. നൽകിയില്ലെങ്കിൽ 3 വർഷം കഴിയുമ്പോൾ പുറത്താവും. ഇന്ത്യ ട്രംപിന്റെ ക്ഷണം സ്വീകരിക്കുമോ ഇല്ലയോ എന്നാണ് എല്ലാവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ക്ഷണം സ്വീകരിച്ചാൽ ഇന്ത്യക്ക് സാധിക്കില്ല എങ്കിൽ 3 വർഷം കഴിഞ്ഞാൽ പുറത്തു പോകാനും സാധിക്കും.